ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്ന പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. നിലവിൽ 19 ഗഡുക്കളിലൂടെ 38,000 രൂപ പദ്ധതി വഴി കർഷകർക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. വർഷത്തിൽ 6,000 രൂപ 3 ഗഡുക്കളായി 4 മാസത്തിലൊരിക്കൽ 2,000 രൂപയായാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ 25 ലക്ഷത്തോളം കർഷകർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. നിലവിൽ 20ാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് PM കിസാൻ ഗുണഭോക്താക്കൾ. 20ാമത്തെ ഗഡു വിതരണത്തിന്റെ കാലയളവ് ഈ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ തുടങ്ങിയ 4 മാസ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും ഈ 2,000 രൂപയുടെ വിതരണം ഉണ്ടായേക്കാം. കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ വിതരണം ചെയ്യുന്ന തീയതി മുൻകൂറായി അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും വിതരണം നടക്കുക. ഈ തുക കൂടി ലഭിക്കുന്നതോടെ പദ്ധതി വഴി 40,000 രൂപ കർഷകർക്ക് ലഭിക്കുന്നതാണ്. ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ് പോലുള്ള വിവിധ വേരിഫിക്കേഷൻ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കേണ്ടതാണ്. അത് പൂർത്തിയാക്കിയിട്ടുള്ളവർ അതിൻ്റെ സ്റ്റേറ്റസ് വിജയകരമാണോ എന്ന് പരിശോധിക്കേണ്ടതുമാണ്. ചിലർക്ക് വീണ്ടും ഇലക്ട്രോണിക് KYC വേണമെന്ന നിർദ്ദേശങ്ങളൊക്കെ വരുന്ന സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. PM കിസാൻ വെബ്സൈറ്റിൽ ഇത്തരത്തിൽ സ്റ്റേറ്റസ് പരിശോധിക്കുവാനുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ 20ാം ഗഡുവിൻ്റെ വിതരണത്തിന് മുമ്പായി തന്നെ സ്റ്റേറ്റസ് പരിശോധിച്ച് ഇക്കാര്യം ഉറപ്പുവരുത്തുവാൻ ശ്രദ്ധിക്കുക. ഈ ഏപ്രിൽ മാസമോ മെയ് മാസമോ PM കിസാന്റെ 20ാം ഗഡുവിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് സൂചനകൾ എത്തുന്നത്. തിരിച്ചു നൽകേണ്ടാത്ത ഈ ധനസഹായം കർഷകർക്ക് വളരെ ആശ്വാസമാണ്. അതുമാത്രമല്ല, കിസാൻ നിധിയിലെ അംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്ന രീതിയിൽ ഒരു ലോൺ പദ്ധതി കൂടി നടപ്പിലാക്കുന്നുണ്ട്. ഏപ്രിൽ മാസം മുതൽ പുതുക്കിയ നിരക്കായ പരമാവധി 5 ലക്ഷം രൂപ വരെ വായ്പ നമുക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കും. മാത്രമല്ല, പലിശ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇതിലുണ്ട്. കൂടാതെ ഈടില്ലാതെ ഈ പദ്ധതി വഴി വായ്പ ലഭിക്കുന്നതാണ്. 1,60,000 രൂപയായിരുന്നു മുമ്പ് പദ്ധതി വഴി ഈടില്ലാതെ വായ്പയായി ലഭിച്ചിരുന്നതെങ്കിൽ അത് 2 ലക്ഷമാക്കി സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഈട് രഹിത വായ്പയായി 2 ലക്ഷം രൂപ ലഭിക്കുന്നത് കർഷകർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇനി ആവശ്യത്തിന് കൃഷിസ്ഥലവും കൃഷിയുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈട് കൂടി നൽകി 5 ലക്ഷം രൂപ വരെ വായ്പയെടുക്കുവാൻ ഈ പദ്ധതി വഴി സാധിക്കും. കിസാൻ സമ്മാൻ നിധി കർഷകർ ഇത്തരം പദ്ധതികൾ കൂടി ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ബാങ്കുകൾ വഴിയൊക്കെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് സാധിക്കും. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ വെച്ചാൽ നമുക്ക് ലോൺ ലഭിക്കുന്നതായിരിക്കും. മറ്റ് ലോണിന്മേൽ വായ്പ കുടിശ്ശികയോ അല്ലെങ്കിൽ സിബിൽ സ്കോറിൽ പോരായ്മകൾ ഉള്ളവർക്കൊക്കെ ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. PM കിസാനിലെ കർഷകർക്കും കിസാൻ നിധിയിൽ അംഗമല്ലാത്ത കർഷകർക്കും ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അഥവാ KCC വായ്പ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഖദർ ആപ്ലിക്കേഷൻ എന്ന ഒരു ആപ്പ് കൂടി വികസിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കർഷകർക്ക് സർക്കാരിൻ്റെ വിവിധ സാമ്പത്തിക സഹായങ്ങൾ, സബ്സിഡി സ്കീമുകൾ, വിള ഇൻഷുറൻസ് തുടങ്ങി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും സേവനങ്ങളും എല്ലാം ലഭിക്കുന്നതിന് ഖദർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്ത് ID ക്രിയേറ്റ് ചെയ്യണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. PM കിസാനിൽ ഉള്ളവരും പദ്ധതിയിൽ അംഗമല്ലാത്ത കർഷകർക്കും ഈ കർഷക ID ജനറേറ്റ് ചെയ്യാവുന്നതാണ്. കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, കർഷകന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാർ, കർഷകന്റെ ഫോട്ടോ തുടങ്ങിയവയാണ് ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ട രേഖകൾ. ഖദർ ആപ്പിലേക്ക് കൂടി കർഷകരെല്ലാം രജിസ്റ്റർ ചെയ്യുവാൻ ശ്രദ്ധിക്കണം. എന്നാൽ PM കിസാൻ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. എന്നാൽ അത്തരത്തിലൊരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടില്ല എന്ന കാര്യം എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.